ചത്താലും എയർടെലിന്റെ എയർ ഫൈബർ എടുക്കരുത്. ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉപദേശമാണ്, മനസ്സിലാ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബാക്കി ഏതെങ്കിലും ഒരു കസ്റ്റമർ ആണെങ്കിൽ ഓക്കെ. ഞാൻ ഡെയിലി ലൈവ് ചെയ്യുന്നൊരു കസ്റ്റമർ ആണ്. എയർടെലിന്റെ എയർ ഫൈബർ വെച്ച് ഡെയിലി ലൈവ് ചെയ്യുന്നൊരു കസ്റ്റമർ ആണ്. ആ കസ്റ്റമറിനോട് ഒരു ഇത്തിരി ഇത് കാണിക്കണ്ടേ? ഈ എയർടെലുകാര് കാണിക്കണ്ടേ? അതില്ല മോനെ. കേരള വിഷൻ ദൈവം, ആ കാര്യത്തിൽ കേരള വിഷൻ ദൈവമാണ്. ഞാൻ പറഞ്ഞ കേരള വിഷനെല്ലാം ഒരു കോൾ ചെയ്താണ്ടല്ല, അവർക്ക് എപ്പോ എല്ലായിടത്തും സപ്പോർട്ട് ഉണ്ടാവും. എയർടെലുകാരെ വിളിച്ചു പറഞ്ഞാൽ എന്താ പറയാ, കസ്റ്റമർ കെയറിൽ കംപ്ലൈന്റ് രജിസ്റ്റർ നോക്കാം. ഞാൻ അവന്റെ പേര് പറയാം, സുമീർ KY, അതാണ് അവന്റെ പേര്. ഓനെ ഞാൻ എപ്പം വിളിക്കും. ഓനാണ് എന്നെ ഫോഴ്സ് ചെയ്ത് വിടാം എയർടെൽ ഫൈബർ വെപ്പിച്ചത്. അത്ര അടിപൊളിയാന്ന് തൊട്ട്. എന്നിട്ട് എപ്പം നെറ്റ് കട്ടാവുമ്പോ ഞാൻ അവനെ വിളിക്കും. അപ്പൊ അവന് എയർടെൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ട് സ്ട്രീം ചെയ്യാൻ. എനിക്ക് ഡെയിലി സ്ട്രീം ചെയ്യണടാ മോന്. ആ കാര്യത്തിലുള്ള മോനെ കേരള വിഷൻ ഗോഡ്. കാര്യം പറ, വിളിച്ച അപ്പം വീട്ടിലേക്ക് വരും.